ഈ കാറ്റുകാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അസൽ ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഒരു സ്പെഷ്യൽ ജ്യൂസ് ആവട്ടെ, ബബ്ലൂസ് നാരങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ്. ആ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് വളരെ ഇഷ്ടമുള്ള ഒരു പേരും അതുപോലെ തന്നെ അതിൻ്റെ രൂപമൊക്കെയാണല്ലേ. കഴിക്കാനും ഒത്തിരി ഇഷ്ടമാണ്. ഇതാ ഇങ്ങനെ കുറേ എണ്ണം മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല വലുപ്പത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു പോയി. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 4-5 എണ്ണമൊക്കെ ഇതാ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് മുറിച്ച് നോക്കണം. തീരെ വെയിറ്റ് ഇല്ല കേട്ടോ, നല്ല സുഖമാണ് നമുക്ക് എടുത്ത് അങ്ങോട്ടൊക്കെ ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൽ ഒരു നല്ല തരണം നോക്കിയിട്ട് ഇതാ മുറിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ രണ്ടാക്കി മുറിച്ചു. നല്ല റെഡിഷ് കളറിൽ ഒരു ഹാർട്ടൊക്കെ പോലെ നമുക്ക് തോന്നുന്ന ഇതുപോലെ അല്ലി പോലെയുള്ള ബബ്ലൂസ് നാരങ്ങ. നല്ല മണം കേട്ടോ, എനിക്കിങ്ങനെ മണക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല സ്മെല്ലായിരുന്നു ഇതിൻ്റെ. കഴിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ നമ്മളിത് എന്തായാലും നല്ല സ്പോഞ്ച് പോലെയുള്ള പോർഷൻസൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ആ ഹാർട്ട് ഷേപ്പിലുള്ള അല്ലികളൊക്കെ ഇതാ ഇങ്ങനെ ഉലർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഇതാ എന്തായാലും ഉണ്ടാക്കണതിന് മുന്നേ കുറേയൊക്കെ എൻ്റെ വായനകത്ത് പോയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ളതൊക്കെ നമ്മളിതാ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. പക്ഷേ കുറച്ചധികം പഞ്ചസാര ഞാൻ ചേർത്തു, കുറച്ച് മധുരം എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ അതുപോലെ ഒരു ഇത്തിരി വെള്ളവും നമ്മൾ ആഡ് ചെയ്തിട്ട് സാധാ നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. സ്വതവേ ഇതൊരു ഓറഞ്ച് ഫ്ലേവറാണ്, എന്നിരുന്നാൽ കൂടി ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് മിൻറ്റിൻ്റെ ലീവ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആഹാ കുശാൽ. പിന്നെ ഇതുപോലെ ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വക ഒരു ഡെക്കറേഷൻ ഞാനൊരു ഹാർട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം കിഡുമായിട്ടുണ്ട്. നല്ല തണുത്ത് വെച്ചിട്ട് കുടിക്കാൻ നല്ല രസമായിരിക്കും. കുറച്ചും കൂടി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമായത്. അപ്പോൾ ബാക്കി കുടിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്തായാലും ഒരു ഫ്രഷ് ഡ്രിങ്ക്.